അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് അത് 5 വക്ത നമസ്കാരമാണല്ലോ. നമസ്കാരം ആദരവോടെയും ഭയഭക്തിയോടെയും ചെയ്യൽ നിർബന്ധമാണ്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അലസതയും അവഗണനയും കൈക്കൊള്ളുന്ന പക്ഷം 15 കാര്യങ്ങളാൽ അള്ളാഹു അവനെ ശിക്ഷിക്കപ്പെടുന്നതാണ്. അവയിൽ 6 കാര്യങ്ങൾ ഇഹലോകത്ത് വെച്ച് തന്നെ അവൻ അനുഭവിക്കേണ്ടി വരും. 1. ജീവിതാഭിവൃദ്ധി അള്ളാഹു നീക്കിക്കളയും. 2. സജ്ജനങ്ങൾക്കുണ്ടാകുന്ന അടയാളം മുഖത്ത് നിന്ന് നീക്കപ്പെടും. 3. ഇതര കർമ്മങ്ങളെല്ലാം ഫലശൂന്യമായിത്തീരും. 4. പ്രാർത്ഥനകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയില്ല. 5. സദ്വൃത്തരുടെ ദുആകളിൽ അവൻ പങ്കാളിത്തമുണ്ടായിരിക്കുകയില്ല. 6. ഭക്ഷ്യവിഭവങ്ങളിൽ അഭിവൃദ്ധിയുണ്ടാവുകയില്ല. ഈ 6 കാര്യങ്ങളിൽ അള്ളാഹു അവനെ ദുനിയാവിൽ വെച്ച് തന്നെ പരീക്ഷിക്കപ്പെടുന്നതാണ്. 3 കാര്യങ്ങൾ. ഇവയിൽ 3 ശിക്ഷകൾ മരണവേളയിലാണ് അവൻ അനുഭവിക്കേണ്ടി വരിക. അവയിൽ 1. നിന്ദ്യമായ നിലയിൽ മരണം സംഭവിക്കുക. 2. കഠിനമായ വിശപ്പ് അനുഭവപ്പെടുക. 3. അതിശക്തമായ ദാഹത്തിന് വിധേയനായിത്തീരുക. ഈ 3 കാര്യങ്ങൾ മരണവേളയിലാണ് അവൻ അനുഭവിക്കേണ്ടി വരിക. എന്നാൽ 3 ശിക്ഷകൾ അഭിമുഖീകരിക്കേണ്ടത് ഖബറിൽ വെച്ചായിരിക്കും. അവയിൽ 1. വാരിയെല്ലുകൾ പരസ്പരം കോർത്തിണക്കും വിധം ഖബർ അതിൻ്റെ പാർശ്വങ്ങളിൽ നിന്ന് അവനെ ഇടുക്കിക്കളയും. 2. നരകാഗ്നി കത്തിക്കപ്പെടുകയും അതിൽ കിടന്ന് രാപകൽ ഭേദമന്യേ അവൻ വെന്തെരിയുകയും ചെയ്യും. 3. ജ്വലിക്കുന്ന കണ്ണുകളും ഇരുമ്പിനെ വെല്ലുന്ന പല്ലുകളും ഇടിനാദം പോലുള്ള ശബ്ദവുമുള്ള ഷുജാഉൽ അഹ്റ എന്ന ഭീകരമായ സർപ്പം ഖബറിലെത്തി പല വിധത്തിൽ അവനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. ബാക്കിയുള്ള 3 ശിക്ഷകൾ മഹ്ശറയിൽ നിന്നാണ് നൽകപ്പെടുന്നത്. അവയിൽ 1. ഗൗരവമേറിയ വിചാരണ. 2. അള്ളാഹുവിൻ്റെ അതിശക്തമായ ക്രോധം. 3. നരകപ്രവേശനം. ഇങ്ങനെ 15 വിധത്തിൽ അള്ളാഹു അവനെ ശിക്ഷിക്കപ്പെടുന്നതാണ്. വല്ലവനും കരുതിക്കൂട്ടി നിർബന്ധ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ബാധ്യത ഒഴിവായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഇടയിൽ വേർതിരിക്കുന്ന ഘടകം അത് നമസ്കാരം ഉപേക്ഷിക്കലാകുന്നു.